ഡോക്ടർ എ രാമചന്ദ്രൻ, പ്രശസ്ത ചിത്രകാരൻ. രാജ്യം അദ്ദേഹത്തെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ചു. കഴിഞ്ഞാൽ അത് മൊത്തം ഈ കിളികളും ഈ അണ്ണാനും എല്ലാം ഉണ്ടാവും. ഈ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവും. കുരങ്ങുകൾ വരെ വന്ന് കയറും. കാരണം ഇതിൻ്റെ കളർ കൊണ്ടാണ്. ഇതിന് പൂക്കളുടെ ഇതൊരു തേനുണ്ട്. നമുക്ക് പിന്നെ പുളിപ്പ് വന്നൊരു തേന. പക്ഷേ ഇത് പ്രണയിക്കുന്നവർ രാവിലെ മുതൽ ഇതിന് ചുറ്റുണ്ടാവും. അന്നേരം പുള്ളി പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഈ പ്രണയമാണെങ്കിലും ഒരു മരത്തിന് പ്രകൃതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ആ ഒരു മരത്തിൻ്റെ ചുവടി മൊത്തം പ്രണയങ്ങളാണ് നടക്കുന്നത് പലതരത്തിലുള്ള. വരയ്ക്കാൻ വേണ്ടി പാട്ട് പാടുക. അതെ, അങ്ങനെ ഒരു ചിത്രകാരൻ നമ്മുടെ ഈ മലയാളക്കരയിൽ ജീവിച്ചിരുന്നു. ശ്രീ എ രാമചന്ദ്രൻ. ആ മഹത്തായ കലാകാരൻ്റെ അമൂല്യമായ ചിത്രശേഖരം കാണുവാനാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എവിടെയെന്നല്ലേ, നമ്മുടെ കൊല്ലത്ത് ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിൽ. ഈ പഠനയാത്ര സംഘടിപ്പിച്ചത് ഞാൻ കൂടി മെമ്പറായ തൃപ്പൂണിത്തറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന RV വ്യൂവേഴ്സ് എന്ന ആർട്ടിസ്റ്റ് കൂട്ടായ്മയാണ്. അവർക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 300 കോടിയോളം വിലമതിപ്പുള്ള ചിത്രങ്ങൾ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഈ മ്യൂസിയത്തിൽ കാത്തു സൂക്ഷിക്കുന്നു, നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് കാണുവാനും അറിയുവാനും വേണ്ടി. 1935 ജനിച്ച എ രാമചന്ദ്രൻ ആദ്യകാലങ്ങളിൽ തലയില്ലാത്ത മനുഷ്യരുടെ അവയവങ്ങൾ മാത്രമാണ് വരച്ചിരുന്നത്. സംഗീതജ്ഞൻ, ശില്പി, ബാലസാഹിത്യകാരൻ തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. യയാതി, ഉർവശി, ന്യൂക്ലിയർ രാഗിണി തുടങ്ങിയ ചിത്രങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. കൂടാതെ നിരവധി മ്യൂറൽ പെയിൻറ്റുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശാന്തിനികേതൻ ആണ് അദ്ദേഹത്തിൻ്റെ ഈ നിലയിൽ വാർത്തെടുത്തത്. സ്ഥിരമായി അദ്ദേഹം ഓയിൽ കളറാണ് ഉപയോഗിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ അദ്ദേഹം മരിക്കുന്നത് വരെ ചിത്രങ്ങൾ വരച്ചിരുന്നു. ശ്രീ എ രാമചന്ദ്രൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് മ്യൂസിയം സൂപ്പർവൈസർ ശ്രീ അനീഷ് നമുക്ക് വിവരിച്ചു തരുന്നു. നമുക്ക് മ്യൂസിയത്തിനകത്തേക്ക് കയറാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിനകത്ത് ഫീസ് ആയി 50 രൂപ വാങ്ങിക്കുന്നുണ്ട്. കൂടാതെ ക്യാമറയ്ക്ക് 300 രൂപ. ഈ ഒരു പെയിന്റിങ് നമ്മൾ വെച്ചേക്കുന്നത് വെച്ചാൽ സാറിൻ്റെ ഒരു പ്രിന്റ് ഔട്ടാണ് വെച്ചേക്കുന്നത്. നമ്മൾ താഴെ വെച്ചേക്കുന്ന പോലെ ക്യാൻവാസ് പ്രിന്റ് ആണ് വെച്ചേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മരമാണ് നമ്മുടെ ലോഗോ ആയിട്ട് എടുത്തേക്കുന്നത്. ഞാൻ ഈ മരം എന്നുള്ള വേർഡ് ഉപയോഗിച്ചത് മരത്തിന്റെ ഒരു മീനിങ് ചെയ്തേക്കുന്നത് മ്യൂസിയം ഓഫ് എ രാം എന്നാണ് മരം. അപ്പോൾ സാറിന്റെ വർക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇതിന്റെ ലോഗോ ഉണ്ടാക്കിയ മ്യൂസിയം ഓഫ് എ രാം എന്ന് വെച്ചാൽ രാമചന്ദ്രൻ എന്നുള്ളതിന്റെ ഐഡിയോളജി വെച്ചിട്ടാണ് ഈ മരത്തെ വെച്ച് ഇവിടെ പ്രിന്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ ഈ വർക്കിന്റെ. ഇത് ഒറിജിനൽ വർക്കല്ല. ഇവിടെ ഇടുന്നതിനകത്ത് സാറിന്റെ ഒറിജിനൽ വർക്കുകൾ ഇതിനകത്തില്ല. ബാക്കി അത്രയും ഒറിജിനൽ വർക്കുകൾ അവിടെ MFA ചെയ്തിരുന്നത്. മാസ്റ്റേഴ്സ് സ്റ്റഡീസ് എല്ലാം ചെയ്തിരുന്നത് എവിടെയായിരുന്നു. ശാന്തിനിയെ കഴിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ MA മലയാളം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളി കർണാട്ടിക് മ്യൂസിക് പഠിച്ചു. ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്തു. പിന്നീട് PhD ചെയ്യുന്നു. അത് മ്യൂറലിലാണ് ചെയ്യുന്നത്. കേരള മ്യൂറൽ ട്രഡീഷൻ ആർട്ടിനകത്ത് തന്നെ മ്യൂറൽ PhD ചെയ്തു. അപ്പോൾ സാറിൻ്റെ ആ ഒരു ടൈം പീരീഡാണ് മൊത്തത്തിൽ സാറിൻ്റെ മ്യൂറൽ പെയിൻറ്റിങ്ങിന് ശേഷമുള്ള പെയിൻറ്റിങ്സിൽ വളരെ വ്യത്യാസമാണ്. അതുവരെ ഉണ്ടായിരുന്ന പെയിൻറ്റിങ് ശൈലിയിൽ നിന്നെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം കാണുന്ന ഈ ഒരു ശൈലി എന്ന് പറയുന്നത് കൂടുതലും ബംഗാളിലെ ലൈഫും അവിടുത്തെ മനുഷ്യർ അനുഭവിച്ചുള്ള പീഡനങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ആ ഒരു ടൈമിൽ, അതായത് 35-65 ആ ടൈം 1965 വരെയുള്ള ടൈം പീരീഡിൽ പുള്ളി അത്തരം ലൈഫുകളെ കുറിച്ച് പുള്ളി ചെയ്തിരുന്നു. അന്നുള്ള മനുഷ്യരുടെ ഐഡന്റിറ്റി ചെയ്യുന്ന രീതിയിൽ ഒരു ഫേസും പുള്ളി വരച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പിരിഞ്ഞ് മുറുകിയിരിക്കുന്ന ശരീരങ്ങളെയും അത്തരം ശരീരത്തേക്കാണ് മെൽറ്റഡ് ആവുന്ന ബോഡിയെ കുറിച്ചൊക്കെയാണ് ആ സമയത്ത് പുള്ളി പെയിന്റ് ചെയ്തിരുന്നത്. ഇത്രയും അവരുടെ ഫാമിലി. ഇത് ആ ഒരു ടൈം പീരീഡിലുള്ള വർക്കുകളാണ്. ഇത് നമുക്ക് ഓരോ ടൈം പീരീഡ് അനുസരിച്ചുള്ള വർക്കുകളാണ് മുകളിൽ കാണിച്ചേക്കുന്നത്. മെയിൻ സാധനം മാത്രമേ ഞാൻ പറഞ്ഞു. മറ്റ് മാസ്റ്റേഴ്സിന്റെ ചിത്രങ്ങളെക്കാൾ എന്താണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് എങ്ങനെ മറ്റു മാസ്റ്റേഴ്സ് ഒത്തിരി പെയിന്റേഴ്സ് ഉണ്ടല്ലോ? അത് മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ കേരള സ്റ്റഡീസ് ബേസ് നോക്കി കഴിഞ്ഞാൽ കേരളത്തിന് വൈഡായിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ കൂടുതലും രവിവർമ്മ അല്ലെങ്കിൽ ബംഗാൾ സ്കൂളിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് മാത്രം ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജുകൾ എന്ന് വെച്ചാൽ
പുള്ളി ഫോമിൽ നിന്നിട്ട് നമ്മളന്നേരം ഈ കാരണം രവിവർമ്മ ഇൻഫ്ലുവൻസ് ഒക്കെ അതിന് വേണ്ടി സാർ ഇത് ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഗുണപ്പെടുന്നത് തന്നെയാണ്. സാർ ഓൾറെഡി ഈ യാത്ര ചെയ്യുന്ന മനുഷ്യനായിരുന്നു. യാത്ര ചെയ്തിട്ട് ഓരോ സ്ഥലത്തും താമസിക്കുകയും അവിടെ ഇരിക്കുന്ന സീരീസ് ഉണ്ട്, അവിടെ നോക്കി കാണാം. അതിരിക്കുന്ന ഫുൾ വാട്ടർ കളർ പെയിന്റിങ്സ് ആണ്, ഒറിജിനൽ വാട്ടർ കളറാണ് ചെയ്തേക്കുന്നത്. ഒറിജിനലാ ഇത് പ്രിന്റ്. സാറിന് ബയോഗ്രഫി വെച്ചേക്കുന്നതല്ലേ, സാറിന് വലിയ വർക്കുള്ള ചെറിയ ഇമേജ് കാണിച്ചിരിക്കുന്നത്. അവിടെ വെച്ചിരിക്കുന്നത് വെച്ചാൽ പുള്ളി മുഗൾ മിനിയേച്ചേഴ്സിനെ കുറിച്ചും മിനിയേച്ചേഴ്സ് പെയിന്റിങ്സിനെ കുറിച്ചും അതിലേക്ക് പോർട്രേറ്റ് വരുന്നതിനെ കുറിച്ചും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി നാട്ടുകാരിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഇത്തരം ട്രഡീഷണൽ ആർട്ട് ചെയ്തവരുടെ വർക്കുകൾ കളക്ട് ചെയ്തു, ഒറിജിനൽ വർക്കുകൾ വാങ്ങി അവരുടെ കയ്യിൽ നിന്ന്. അത് ആർട്ടിസ്റ്റുകളൊന്നും അറിയില്ല, പക്ഷേ മാസ്റ്റേഴ്സ് പലരെ കയ്യിലുണ്ടായിരുന്ന കളക്ഷൻസിൽ നിന്ന് പുള്ളി തിരികെ വാങ്ങിയെടുത്തിട്ട് അത്ര ഒരു സ്റ്റഡി മെറ്റീരിയൽ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഒരിക്കലും ഒറിജിനൽ ഇങ്ങനൊരു വാട്ടർ കളർ ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ സെയിം ടൈം നമുക്ക് ബംഗാൾ സ്കൂളിനെ ഇവിടോട്ട് കേരളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ കളർ ശൈലിയാണ് വ്യത്യസ്തമായിരുന്നു. ഇത് വളരെ ഒപ്പേക്കായിട്ടാണ് ചെയ്തേക്കുന്നത്, പിഗ്മെന്റ് വെച്ചിട്ടും വളരെ ചെറിയ ബ്രഷിൽ വെച്ചിട്ടാണ് ഈ പോർട്രേറ്റ്സ് ഒക്കെ ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫ്ലുവൻസ് പുള്ളിയുടെ എല്ലാ വർക്കിലും ഉണ്ട്. പുള്ളിയുടെ എല്ലാ പെയിന്റിങ്ങിനകത്ത് ഒരു ഫിഗറേറ്റീവ് ആയിരിക്കും, ഏതെങ്കിലും ഒരു ഫിഗർ അതിനകത്ത് ഏതെങ്കിലും സ്പേസിലുണ്ടാവും. അപ്പോൾ അത്തരം ഒരു സ്റ്റഡീസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പുള്ളി അതേ സമയത്തുള്ള കേരളത്തിൽ നിന്നുള്ള വർക്കുകളും കളക്ട് ചെയ്തു. ഇപ്പോൾ രവിവർമ്മയുടെ ഇല്ലെങ്കിൽ പോലും അതിനകത്ത് ആ ഒരു ടൈം പീരീഡ് രവിവർമ്മയുടെ ഒപ്പം പ്രാക്ടീസ് ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളുടെ വർക്കുകളാണ് അവിടെ ഇരിക്കുന്നത്, അത് ഒറിജിനൽ വർക്കുകളാണ്. ഇത് രണ്ട് പുള്ളി കളക്ട് ചെയ്ത് വെച്ചത് പുള്ളിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു. അതിൽ നിന്നാണ് പുള്ളി പെയിന്റിങ്ങിന്റെ വേറെ ശൈലിയിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന കേരള ട്രഡീഷനോ ഈ മ്യൂറൽ പഠിച്ചതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് പിന്നീടാണ് അയാളുടെ വർക്കുകളിലൂടെ കാണാൻ. അല്ലല്ല, ഇത് ഇത്രയും കളക്ഷൻസ് മാത്രമാണ്. ഒറിജിനൽ വർക്കുകൾ ഇൻസൈഡ് ദ മ്യൂസിയം, അത് അതിനകത്തുള്ള സ്പേസിലേക്കാണ് നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഞാൻ കാണിച്ചു ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ലിസ്റ്റ് പറയാം. ഇത് സാറിനെയും സാറിൻ്റെ വൈഫിനെയും മക്കളെയാണ് ചെയ്തേക്കുന്നത് പോർട്രേറ്റ്സ് എന്നുള്ള രീതിയിൽ. സാർ ഒരേ സമയത്ത് തന്നെ സ്കൾപ്ചറും പെയിന്റിങ്ങും എല്ലാ മീഡിയയിലും വർക്ക് ചെയ്യുന്നത്. ബ്രോൺസ്. ഇത് സാറിൻ്റെ ഏത് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന പെയിന്റിംഗ് ഇതാണ്. ഈ ഒരു പെയിന്റിംഗ് മുതൽ സാർ ഏത് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് സീരീസ് എന്ന് പറഞ്ഞാൽ 60 അടി വീതിയും 8 അടി ഹൈറ്റുമാണ് പെയിന്റിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നാഷണൽ മ്യൂസിയം ഡൽഹിയിലുണ്ട്, ആ മ്യൂസിയം വർക്കുകളൊക്കെ. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റഡീസിനും മെത്തേഡും വെച്ചിട്ട്. പിന്നെ ആ സീരീസ് ചെയ്ത കുറച്ച് വർക്കുകളാണ് ഇതുള്ളത്. ഏത് സീരീസ് ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടില്ല, അത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആക്ച്വലി അത് കിട്ടിയിട്ടില്ല. വേദിയുള്ള ഒരു റിലീഫ് സ്കൾപ്ചേഴ്സ് ആണ്. ഇത് ചെന്നൈയിലാണുള്ളത് ഈ വർക്കുള്ളത്. രാജീവ് ഗാന്ധി മെമ്മോറിയലിൽ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഒരു ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ആദ്യകാലത്ത് മുതൽ ശില്പം മുതൽ ലാസ്റ്റ് സയന്റിഫിക് ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് റോക്കറ്റ് വിഷയമാണ് പറയുന്നത്. ഇത് സീരീസിനകത്ത് കാണിച്ചത് ഓയിൽ കളറാണ് കൂടുതലും ഇവിടെ കാണുന്ന പെയിന്റിങ്ങുകൾ. പ്രകൃതിയെ ഇത്രയും അടുത്തെറിഞ്ഞ് ക്യാൻവാസിലേക്ക് പകർത്തിരിക്കുന്നു ഈ ചിത്രകാരൻ. കൂടാതെ പെൻ ഡ്രോയിങ് നമുക്കിവിടെ കാണാവുന്നതാണ്. അങ്ങനെ എല്ലാ രംഗത്തും എല്ലാ മീഡിയത്തിലും അദ്ദേഹം പെയിൻറ്റിങ്ങുകൾ നിർവഹിച്ചിരിക്കുന്നു. പെൻ ഡ്രോയിങ്, വാട്ടർ കളർ, ഓയിൽ കളർ, ശില്പങ്ങൾ, അങ്ങനെ വിവിധ മീഡിയങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങളും ശില്പങ്ങളും ഇവിടെ നമുക്ക് ദർശിക്കാവുന്നതാണ്. വളരെ വലിയ ക്യാൻവാസുകളാണ് ശ്രീ എ രാമചന്ദ്രൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പശുവും പക്ഷിയും പൂമ്പാറ്റകളും പൂക്കളും എല്ലാം അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളാണ്. ഇന്ത്യയിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായുള്ള ഫോട്ടോകൾ പ്രദർശനത്തിൽ വച്ചിട്ടുണ്ട്. 1957 കേരള സർവകലാശാലയിൽ നിന്നും മലയാളത്തിൽ MA ബിരുദമെടുത്തു. പിന്നീട് 1961 പശ്ചിമ ബംഗാളിലെ വിശ്വഭാരതിയിൽ നിന്നും ഫൈൻ ആർട്സിൽ ഡിപ്ലോമ എടുത്തു. 1961 മുതൽ 64 വരെ കേരളത്തിലെ ചുമർചിത്രങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി. പിന്നീട് അദ്ദേഹം വരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ബ്രഷുകൾ, വാലറ്റുകൾ, പെയിന്റുകൾ, ഈസൽ മുതലായവയുടെ ശേഖരം ഇവിടെ നമുക്ക് കാണാം. അതാ കാണിച്ചേക്കുന്നത്. ഇത് ഇൻകംപ്ലീറ്റഡ് ആണ് സാർ, സൈൻ ചെയ്തിട്ടൊന്നുമില്ല. ഇത് സാർ ഉപയോഗിച്ച ഈസലാണ് ഇരിക്കുന്നത്. ഇത് ഒറിജിനൽ വർക്ക് സാറിൻ്റെ ഫാമിലിയുടെ കയ്യിൽ തന്നെയാണ്. നമുക്ക് ഒറിജിനൽ വർക്ക് തരില്ല, പക്ഷേ സാറിൻ്റെ ഈസൽ നമുക്ക് തന്നേക്കുന്നതാണ്. സാർ ഉപയോഗിച്ച ഈസൽ പ്രിൻ്റാണ്. ഇത് ഉപയോഗിച്ച ഈസലാണ്.
ഇത് വെക്കുന്നത് ബോൾ ഈസലാണ് കേട്ടോ. ബോൾ ഈസൽസ് ഇത്ര ഈസൽസ് വെച്ചിട്ടാണ് വലിയ പെയിന്റിങ്സ് ചെയ്യുന്നത്. ഇതിലൊരു 6 സീരീസുകളുണ്ട്. സ്റ്റാൻഡ് നമുക്ക് 2 വെച്ചിട്ടുള്ളൂ. ഇതിനകത്ത് സാറിനെ തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടേ ഈ സ്ഥലത്തേക്ക്. ഇത് തൻഹേ നഗരി തൻഹേ നഗരി മൻഹേ മന്ദിർ എന്നാണ്. എന്ന് വെച്ചാൽ മനസ്സ് എന്ന് പറയുന്നത് ഒരു നഗരവും പിന്നെ ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രമാണെന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഓറയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, ഐഡിയൽ ഫോമിനെ കുറിച്ച് പറയുന്നത്. ഇത് സാറിനെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് ഉണ്ടല്ലേ, ഇവിടെ ഉണ്ട് ഒരു ഫിഷായിട്ട് മൂവ് ചെയ്യുന്നത് സാറായിട്ട്. അതെ, ഇതൊരു വാട്ടർ ബോഡിയായിട്ട് കാണിച്ചേക്കുന്നത്. അതിന് മുകളിൽ ഒരു ലാൻഡ്സ്കേപ്പ് കാണാം, ഹട്ടുകൾ കാണാം, അത് ഹിൽസ് കാണാം, അങ്ങനെ ഒരു സ്പേസാണ് കാണിച്ചേക്കുന്നത്. ഇത് നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ക്ഷേത്രം എന്ന കൺസെപ്റ്റ് മാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഓറ എന്ന് പറയുന്ന തരത്തിൽ എനർജി സോഴ്സ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പുള്ളി പറയുന്നത്. നേച്ചർ ഈക്വലായിട്ടാണ് സ്പേസ്. നേച്ചർ എന്ന് വെച്ചാൽ പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. പക്ഷെ മനുഷ്യൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു വസ്തു എന്നുള്ള രീതി മറ്റുള്ള ഇതിനെല്ലാം കാണുന്നത്. അപ്പോൾ അത് ഈക്വൽ ആവുന്ന സ്പേസിൽ നമ്മൾ നേച്ചറിന് തുല്യമായി മാറുമെന്നുള്ളതാണ് ബുദ്ധിസ്റ്റ് ഐഡിയോളജിയൊക്കെയാണത്. അപ്പോൾ സർ പറയുന്നത് ഐഡിയോളജിയിൽ ഇതിന് മുകളിലിരിക്കുന്ന ഒരു കുട്ടി ജനിച്ച് ഇതിരിക്കുന്നതെന്ന് വെച്ചാൽ സാറിലൂടെയാണ് സാറിൻ്റെ വർക്കുകളെ കുറിച്ച്. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വർക്കിലൂടെയാണ് നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ സ്പേസിൽ നമുക്ക് പുതിയതായിട്ടുണ്ടാകുന്ന ഒരു അറിവിനെ അവിടെ പുതിയ ജനനമായിട്ടാണ് പുള്ളി കൺസെപ്റ്റ് ചെയ്യുന്നത്. ആ ജനനം എൻ്റെ ഒരു അറിവ് എന്നുള്ളത് സാറിൻ്റെ തന്നെ അതൊരു മെയിൽ ബോഡിയായിട്ട് കാണിച്ചിരിക്കുന്നത്, അതിന് മുകളിൽ ജനിച്ചിരിക്കുന്ന കുട്ടിയാണ്. ആ സൈഡിൽ നിൽക്കുന്നതല്ല, ഇപ്പുറത്ത് നിന്നാൽ കറക്റ്റായിട്ട് കിട്ടും. അതൊരു ഒരു കാല് വിരൽ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പുറത്ത് നിന്ന് അത്രയും കിട്ടത്തില്ല ഫോം എന്നുള്ള രീതിയിൽ. ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ചിത്രകലാ അധ്യാപനം ചേർന്നു. അവിടെ തന്നെ അദ്ദേഹം ചിത്രകല മേധാവിയും കൂടിയായി. ഭാര്യ ചീനക്കാരിയായ ബംഗാളി ചമേലി, കുട്ടികൾ രാഹുലും സുജാതയും. ചിത്രകലയ്ക്കുള്ള ദേശീയ പുരസ്കാരം, ഡൽഹി സാഹിത്യ കലാപരിഷത്തിന്റെ പരിഷത്ത് സമ്മാനം, വിശ്വഭാരതിൽ നിന്നുള്ള ഗഗനേന്ദ്രനാഥ് അഭിനേത്രനാഥ് പുരസ്കാരം, കേരള സർക്കാരിൻ്റെ രാജാവീരവും രവിവർമ്മ പുരസ്കാരം, അങ്ങനെ വിവിധ പുരസ്കാരങ്ങൾ അദ്ദേഹം തേടിയെത്തിയിട്ടുണ്ട്. രാമേന്ദ്രൻ്റെ രചനകൾ നിറങ്ങളുടെ ഉത്സവമാണ്. ഭാരതീയ മിത്തുകളുടെ സ്വാധീനം പലതിലും കാണാം. രാമചന്ദ്രനെ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഓയിൽ മീഡിയയാണ്. കേരളത്തിലെ ചുമച്ചിത്രങ്ങളോട് സമാനതയുള്ളതാണ് രാമേന്ദ്രൻ വഹിക്കുന്ന പത്രങ്ങൾ. കൊച്ചിയിൽ ഒരു വിഷ്വൽ കൾച്ചറൽ ലാബ് തയ്യാറാക്കിയിരിക്കുന്നു. രാമചന്ദ്രന്റെ കുടുംബമാണ് ഇവ അക്കാദമിക്ക് സംഭാവന ചെയ്തത്. ഈ കലാപുസ്തക ശേഖരം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള കലാകാരന്മാരെ കുറിച്ചുള്ള പഠനങ്ങളുടെയും മോണോഗ്രാഫുകളുടെയും ഒരു ശേഖരവും ഇതിൽ ഉൾപ്പെടുന്നു. രാമേന്ദ്രൻ തന്റെ സ്റ്റുഡിയോയിൽ രൂപകൽപ്പന ചെയ്ത അതേ പുസ്തക ഷെൽഫുകളിൽ നിന്ന് തന്നെയാണ് അക്കാദമിയിൽ പുസ്തക ശേഖരമായി ഒരുക്കിയിരിക്കുന്നത്. സംഗീതം അദ്ദേഹത്തിന് ഹരമായിരുന്നു. ആദ്യകാലങ്ങളിൽ ജീവിത ഉപാധി അതായിരുന്നു, വരയ്ക്കാൻ വേണ്ടി പാടും എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെ. ബാലസാഹിത്യത്തെക്കുറിച്ചുള്ള അനവധി അന്താരാഷ്ട്ര ചർച്ചകളിലും അദ്ദേഹം പങ്കെടുത്തു. നമ്മുടെ ഭാരതീയ തപാൽ വകുപ്പിന് വേണ്ടി അനേക സ്റ്റാമ്പുകൾ രൂപകൽപ്പന ചെയ്തതും ഈ ശ്രീ രാമചന്ദ്രനാണ്. ചുറ്റും പ്രണയിക്കുന്നവരെല്ലാവരും ഉണ്ടാവും. പക്ഷെ ഇവർ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പൊഴിഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ്. ഈ പൂ പിടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത് മൊത്തം ഈ കിളികളും ഈ അണ്ണാനും എല്ലാം ഉണ്ടാവും. ഈ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവും. കുരങ്ങുകൾ വരെ വന്ന് കയറും. കാരണം ഇതിൻ്റെ കളർ കൊണ്ടാണ്, ഇതിന് പൂക്കളുടെ. ഇതൊരു തേനുണ്ട്, നമുക്ക് പിന്നെ പുളിപ്പ് വന്നൊരു തേന. പക്ഷേ ഇത് പ്രണയിക്കുന്നവർ രാവിലെ മുതൽ ഇതിന് ചുറ്റുണ്ടാവും. അന്നേരം പുള്ളി പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഈ പ്രണയമാണെങ്കിലും
ഒരു മരത്തിന് പ്രകൃതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ആ ഒരു മരത്തിൻ്റെ ചുവടി മൊത്തം പ്രണയങ്ങളാണ് നടക്കുന്നത് പലതരത്തിലുള്ള. ഇതിൻ്റെ ഒരു ഇതായിട്ട് പുള്ളി കാണിച്ചിരിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും ഈക്വൽ ആവുന്നതുകൊണ്ട് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് പുള്ളിയെ തന്നെ ഇവിടെ വെക്കുന്നതും ഒരു അജന്തയിലേക്ക് കാണുന്ന സ്ത്രീ കൺസെപ്റ്റിൻ്റെ ഒരു ബേസ് ആയിട്ടാണ് ഡ്രോ ചെയ്തേക്കുന്നത്. ഇത് മനുഷ്യൻ ലയിച്ച് പ്രകൃതിയായി മാറുന്ന വെച്ചാൽ ആ പ്രണയം ചിലപ്പോൾ പ്രാവുകൾ കുറുകുന്ന പോലെ ഫീൽ ഉണ്ടാകുന്ന വിധത്തിൽ അതുകൊണ്ടാണ് ബോഡിയെ പുള്ളി ബേഡ്സിൻ്റെ രീതിയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്പേസ് പുള്ളി പെയിന്റ് ചെയ്തിട്ടില്ല. അത് പെയിന്റ് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബെർത്ത് ഓഫ് പെലാസ്ട്രി എന്നാണ്, അത് കണ്ടിന്യൂസ് പെയിന്റ് ചെയ്യുന്നുള്ളതാണ്. ലിവിങ് ആർട്ടും ഡെഡ് ആർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മെത്തേഡ് ഉണ്ട് ആർട്ടിനെ സംബന്ധിച്ചോളം. ഒരു വർക്ക് ചില പെയിന്റിങ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ ആ വർക്ക് സംബന്ധിച്ചോളം അത് ഡെഡ് ഫോം ആണ്. പിന്നെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യൂവർ വരുന്നുണ്ടോ അയാൾക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് മാത്രമേ അത് ലിവിങ് ആവുന്നുള്ളൂ. പക്ഷേ ഈ പെയിന്റിങ്ങിനെ സംബന്ധിച്ചോളം ആർട്ടിസ്റ്റ് ഇല്ലെങ്കിലും ഈ സ്പേസ് എംപ്റ്റിനെസ് ആയിട്ട് എടുക്കുമ്പോൾ അത് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. ഇനിയും താഴേക്ക് വർക്ക് ചെയ്യാനുള്ള രീതിയിലാണ് കൺസെപ്റ്റ് ബേസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് വേറെ സംഭവം എന്ന് വെച്ചാൽ മുടിയെ കാണിച്ച് ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ തീവ്ര കൺസെപ്റ്റ് വെച്ചിട്ടാണ് പുള്ളി അതിന് പിതാവെന്നുള്ള കൺസെപ്റ്റില്ല പുള്ളിയുടെ മുടി കത്തി നിൽക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ അജന്തയിലേക്കുള്ള ഒരു ശ്രീകൃഷ്ണ പെയിന്റിങ്ങിന്റെ കൃഷ്ണനെ കാണിക്കുമ്പോൾ ഒരു ഗ്രീൻ കളേഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് പുള്ളി പെയിന്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഏരിയയിലാണ് ചെയ്തേക്കുന്നത്. സാറിന്റെ ഒരു പെയിന്റിങ്ങുകളും അങ്ങനെ ലാൻഡ്സ്കേപ്പ് ആയിട്ടില്ല. സാറിന്റെ എല്ലാ പെയിന്റിങ്ങും നോക്കി കഴിഞ്ഞാൽ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നിൽക്കുന്ന ഓരോ ലെയർ ആണ് കാണുന്നത്. ഇതിനൊരു ലാൻഡ്സ്കേപ്പ് ഏരിയയോട് കാണിച്ചിട്ടുണ്ട്. ഇത് ആ ഒരു പെയിന്റിങ്ങിന് ശേഷം പുള്ളി മ്യൂറൽ വരച്ചു തുടങ്ങിയാലും അത് ചെയ്ത ഏറ്റവും വലിയ പെയിന്റിംഗ് ആണ്. ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളിലും ഓരോരോ ഇത് തമ്മിൽ ഒരുപാട് വ്യത്യസ്തമുണ്ട്. കാരണം ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി കാലം കഴിഞ്ഞിട്ടാണ് ഈ വർക്കൗട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് സാറ് ചിലപ്പം 16 കണക്ക് വർക്ക് ചെയ്തിട്ടുണ്ടാവും. സാർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നത് ഓയിൽ എല്ലാം ഓയിലാണ്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ഇത് നോക്കിയ കുറച്ചും ഇതിനകത്ത് ഒത്തിരി ബാലൻസ് സിമെട്രി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് പുള്ളി പെയിന്റ് ചെയ്തേക്കുന്ന ഒരു മെത്തേഡ്. പിന്നെ സാർ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഗ്രിഡ് ലൈൻസ് ഇടുന്ന കണ്ടിട്ടില്ലേ സാർ? ഗ്രിഡ് ലൈൻസ് ഇടുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാറിനോട് പലരും ചോദിച്ചിട്ടുണ്ട് ഗ്രിഡ് ലൈൻസ് ഇടുന്ന എന്തുകൊണ്ടെന്നുള്ള ചോദ്യം. അത് എപ്പോഴും സാർ പറയുന്ന സംഭവം ഒരു നേച്ചുറൽ സ്റ്റഡിയൊക്കെ പുള്ളി ഡയറക്റ്റ് പോയിരുന്ന് വരയ്ക്കും. വരച്ച ശേഷം ആ ഡ്രോയിങ് കാണുന്നത് ആ ഒറിജിനകത്തു നിന്ന് നമ്മൾ ഭയങ്കര എനർജി ആയിട്ട് അതിനെ എടുക്കുന്നതാണ് ആ ഫോമിനെ വരയ്ക്കുന്നത്. അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ താമര വരച്ച് കഴിഞ്ഞാൽ വരച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇല വരയ്ക്കുന്നത് നമുക്കറിയാമല്ലോ താമര വരയ്ക്കാൻ എങ്ങനെയാണ്. അപ്പോൾ ഇലയും വരച്ചു പോവുക. പുള്ളി പറഞ്ഞാൽ അവിടെ അതിൻ്റെ ഒറിജിൻ നഷ്ടപ്പെട്ടു പോകും നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ അത് സാർ എന്താണോ ഡ്രോയിങ് ചെയ്തത് അതൊരു ഗ്രിഡ് ലൈൻസ് ഇട്ട് അത് തന്നെ കോപ്പി ചെയ്യുന്ന പോലെ പല എല്ലാവരും ചെയ്തിട്ട് പുള്ളി പെയിന്റ് ചെയ്യുന്നത്. ആ ഡ്രോയിങ്ങിന് മാറില്ല. അപ്പോൾ ഈ ഡ്രോയിങ്സ് അത്രയും സ്റ്റഡീസ് സാറിൻ്റെ ഉണ്ടാവും. അത്രമാത്രം സ്റ്റഡീസ് ഉണ്ടാവും. ഓരോ ലൈഫിൽ തന്നെ ഒരുപാട് ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡ്രോയിങ്സിൽ നിന്നാണ് പുള്ളി പെയിന്റിങ്ങിലോട്ട് എപ്പോഴും പോകുന്നത്. അപ്പോൾ ഇതിന് മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രിഡ് ലൈൻസ് എപ്പോഴും സാറിന് ആവശ്യമാണ്. ഇതിനകത്ത് എല്ലാവരും ഗ്രിഡ് ലൈൻസ് കാണും. പിന്നെ ഒരു ആർട്ടിസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്ന സാധനത്തെ പുള്ളി ഹൈഡ് ചെയ്യാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അയാൾ പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് മക്കളോട് അറിയട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. അതിലൂടെ ഒരു ആർട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അത്രയൊരു കൾച്ചറെ കാണാം. ഇതൊരു വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഫസ്റ്റ് ഇത് ഉണ്ടാവത്തില്ല ബീഡ്സിൻ്റെ ഒരു ടൈപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനം. ഇതിനകത്ത് സാറിനെ കാണാം. അവിടെ ബട്ടർഫ്ലൈ ആയിട്ട് സാറിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് ബേസ് എന്ന് വെച്ചാൽ ഇതിന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു വേറെ എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞുതരാം. ഇത് ആടിനെ കാണുന്നത് സ്വന്തം മകളെ പോലെ കാണുന്ന കൺസെപ്റ്റില്ല. പ്രകൃതിയോട് ഈക്വൽ സ്പേസ് ആയിട്ട് കാണിക്കാനാണ് ബേഡിനെയും കാണിക്കുന്നത്. ഞാൻ വേണം നിങ്ങൾക്ക് ആർട്ടിസ്റ്റുകളായിട്ട് വേറെ രസമുള്ള സംഭവം പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, പേഴ്സണലാണ്. എന്നുവെച്ചാൽ ശാന്തിനികേതനിൽ നമ്മൾ ഹട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ ഗ്രാമത്തിലാണ്. ശാന്തിനികേതൻ പോയിട്ടുണ്ടോ? ഒരു ട്രിപ്പ് നിങ്ങൾ ഇതുകൊണ്ട് പ്ലാൻ ചെയ്യും. നല്ല അടിപൊളി സ്പേസ് ആണ്, നിങ്ങൾക്ക് പോയി കാണേണ്ട സ്ഥലമാണ് ശാന്തിനികേതൻ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്കൊരു ചാച്ചയുണ്ട്, ബാഹുൽ ഗായകൻ സാന്താളീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഹട്ടിലോട്ട് ചെല്ലുമ്പോൾ ഹട്ടുകൾ വെച്ചാൽ മഡ് ഹൗസുകളാണ് വീതിയുള്ള. അപ്പോൾ ഇതിന് മുകളിൽ റൂഫായിട്ട് ഇരിക്കുന്നത് കച്ചിയായിരിക്കും അടിച്ചിരിക്കുന്നത്. ഈ കച്ചി പൊടിഞ്ഞു പോയതിന് ശേഷം അവരാ പൊളിച്ച് കളയില്ല, അതിന് പുറത്ത് അടുത്ത ലെയർ അടിക്കത്തുള്ളൂ. ഈ അടിയിലത്തെ ലെയർ മൊത്തം കുരുവികളാണ്, ഗോൾഡ് പെരയ്ക്കകം മൊത്തം. ഈ ഗോൾഡിനകത്തെല്ലാം കിളികളാണ്. അപ്പോൾ ഞാൻ ഈ ചാച്ചയുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ചാച്ച അകത്ത് നിന്ന് ചാച്ചയുടെ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് ബോർഡറിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചാച്ചയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മൂരി എന്ന് വെച്ചാൽ പൊരിയാണ്. ഇവിടെ പൊരിയും ഒരു കട്ടച്ചയുടെ തരും. അപ്പോൾ ഈ പൊരി അങ്ങോട്ട് കൊണ്ടുവെക്കുമ്പോൾ പെരയ്ക്കകത്തുനിന്നാണ് ഈ ഹോളിൽ നിന്നെല്ലാം കിളികളിലവിടെ വന്ന് നമ്മുടെ പാത്രം മൊത്തം ഇരിക്കുന്നത്. എന്നിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാച്ച അത് എടുക്കുമ്പോൾ ആ കൈകൾ ഇങ്ങനെ കിളികളുടെ സൈഡിലേക്ക് മാറി തരികയാണ് ചെയ്യുന്നത്. പക്ഷെ അവർ ഭയങ്കര ബന്ധങ്ങളാണ്, ഇവരോട് സംസാരിക്കുന്ന രീതിയായിട്ടാലും. എന്നിട്ട് ചാച്ചയൊക്കെ ആ പൊരി എടുത്ത് വെക്കുമ്പോൾ നമ്മളെടുത്താൽ നമ്മുടെ കയ്യിലേക്ക് വരില്ല, ചാച്ചയുടെ ദേഹത്തെല്ലാം കിളികളുണ്ടാവും. എന്നിട്ട് നമ്മളെടുക്കുമ്പോൾ നമ്മളിലേക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആടായാലും ഇതെല്ലാം പെരക്കകത്തൊക്കെ ഇങ്ങനെ കളകളഞ്ഞ് നടക്കുന്ന ഒരു വല്ലാത്ത ലൈഫാണ് അവരുടെ. അപ്പോൾ ഈ ലൈഫിൻ്റെ ഒരു ഇത് സാറ് ഉൾഗ്രാമങ്ങളിൽ എപ്പോഴും സഞ്ചരിക്കുമ്പോൾ സാർ കാണുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ നമ്മളെപ്പോഴും മകളായിട്ടും ഇങ്ങനെ ഒരു ഇതിലാണല്ലോ കാണുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ സാറിൻ്റെ എല്ലാ വർക്കുകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ബേഡായിട്ടും ഈ ആനിമൽസ് എല്ലാം ഇവർക്ക് സ്പേസ് എല്ലാം ഒരേപോലെയാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. അതായത് വേറെ സംഭവം പെയിന്റിങ്ങിൻ്റെ ഒരു ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഇതായത് വേറെ സംഭവം വെച്ചാൽ ഈ സിമെട്രി തന്നെ നോക്കിയാൽ ഇത് സെൻട്രലൈസ് ചെയ്തിരിക്കും. ഇയാൾ ഫേസ് ചെയ്യുന്ന അതേ ലെവൽ തന്നെ ഇവിടുന്ന് ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്നുണ്ട്. ബാലൻസിങ് ഈ
ഇപ്പുറത്തെ സ്ഥലത്തിരിക്കുന്ന അതേ സ്പേസിൽ ഒരു ആടിനെ കൊണ്ട് വെച്ചിട്ടാണ് ബാലൻസിങ് ചെയ്യുന്നുണ്ട്. ഈക്വൽ സ്പേസ് ആണ് എല്ലാത്തിനും ചെയ്തേക്കുന്നത്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഫ്രെയിംഡ് ആണ്. ഞാൻ പറയില്ല, ഓരോന്നത്തെ ഒരു ലെയർ കഴിഞ്ഞാൽ അടുത്തൊരു ലെയർ ആ ചെടികളാണ്. ആ ചെടികളിൽ ഒരേ പോലും ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല ഇവരുടെ ഇടയ്ക്കേക്ക്. അത് അങ്ങനെ ഒരു ലെയറാണ്. പക്ഷെ അത് പെയിൻറ്റിങ് അങ്ങനെ ആയിരുന്നില്ല. അത് ഓരോ സ്റ്റഡീസ് ടൈം പീരീഡ് അനുസരിച്ച് പുള്ളിയുടെ ചേഞ്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയല്ലേ സാർ എല്ലാം ചെയ്യുന്നത്, എല്ലാവർക്കും. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഇതിനകത്ത് 4 പെയിന്റിങ്സ് ആണ് ഉള്ളത്. 4 പെയിന്റിങ്സിനകത്ത് ആ ഒരു അതിനകത്ത് ഈ പോട്ട വെള്ളത്തിൽ മറ്റും ചെടികൾ മാത്രമായിട്ട് തിന്നാനുള്ളതാണ്. അപ്പൊ അത്ര സ്ഥലത്ത് ദൂരെ കാണുന്നത്. അതിനകത്ത് ഈ പോട്ട വെള്ളത്തിൽ മറ്റും ചെടികൾ മാത്രമായിട്ട് തിന്നാനുള്ളതാണ്. അപ്പൊ അത്ര സ്ഥലത്ത് ദൂരെ നമുക്ക് കാണാം. ടൗണിൽ കാണാനുള്ള ലൈറ്റ് മൊത്തത്തിൽ ലൈറ്റാണ്. ആ സ്പേസിൽ പോയിരുന്ന ലൈറ്റ് കുറിച്ചാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അതായത് കല ചെയ്യുമ്പോൾ നമുക്കുള്ള ഉപദേശമായിട്ടാണ് പറയുന്നത്. ബാഹ്യമായിട്ടുണ്ടാകുന്ന ശബ്ദങ്ങളും വാക്കുകളും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും കല എന്നത് ചെയ്യുമ്പോൾ എൻ്റെ ശരീരവും എൻ്റെ കൈകളും എൻ്റെ പൂർണ്ണമായ മനസ്സും എല്ലാം തന്നെ കലയിൽ നിമിത്തമാണെന്നും ആ സമയത്ത് എൻ്റെ ഒരു ധ്യാനം പോലെയാണ്, ഞാൻ അതിൽ ലയിച്ചാണ് ചെയ്യുന്നതെന്നും അങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ള ഒരു ഗുരുദേവൻ്റെ ഉപദേശപ്രകാരം ചെയ്തേക്കുന്ന ഒരു വർക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. പുള്ളി ബുദ്ധിസ്റ്റ് ഐഡിയോളജിയിൽ ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുടി ചുരുണ്ട് ബുദ്ധനെ പോലെ ആകുന്നുവെന്നും തൻ്റെ ഡ്രസ്സ് എന്നുള്ളത് ഒരു വെറ്റായിട്ടുള്ള നനഞ്ഞ ഡ്രസ്സ് പോലെയാണ്. അത് ബുദ്ധ സ്കൾപ്ചേഴ്സിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കൈകളുടെ ഷോൾഡറിൻ്റെ ഇടവശം ഒക്കെ ഫില്ല് ചെയ്തേക്കുന്നതായിട്ടാണ് ബുദ്ധ സ്കൾപ്ചേഴ്സ് പോലെ തന്നെ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കാൽപാദങ്ങൾ നിൽക്കുന്നത് താമരയുടെ ദളത്തിലാണ്. അത് അജന്തയിലും എല്ലോരിലൊക്കെ ചിലപ്പോൾ കാണുന്ന ദളങ്ങളുടെ ഒരു ഇതല്ലേ, അതിൻ്റെ ഐഡിയോളജി അത് എനർജി സോഴ്സുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ധ്യാനം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ലയിച്ച് ചേരുക എന്നുള്ള ഐഡിയോളജിയിലാണ് ധ്യാനം എന്ന് പറയുന്നത്. അതായത് കളർ മേക്ക് ചെയ്യുന്നതായിട്ടാണ്. ഈ ഇരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഒറിജിനൽ പിഗ്മെൻ്റ് ആണ്. അതിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് തലയിങ്ങനെ ചലിച്ച് നോക്കാമെങ്കിൽ അത് ഗ്ലേസ് ചെയ്യുന്ന കാണാം, തിളക്കം ഉണ്ടാവും. നോക്കിയേ, അതിനോട്ട് നോക്കി കഴിയാം. ആ ഒറിജിനൽ പിഗ്മെൻ്റ് ആണ്, ഒറിജിനൽ ആണ്. ഇത് ബ്രോൺസ് സ്കൾപ്ചേഴ്സ് ആണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അവിടെ ഇരിക്കുന്ന ഒരു ബാഹുൾ ഗായികയാണ്, കൈത്താളം കൊട്ടുന്നത് ബാഹുൾ ഗായികയായിട്ടാണ്. ഇത് മകളെ പോലെ കാണുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് പ്രസവിക്കാറായി നിൽക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് അതിൻ്റെ ഒരു ഇതിൽ ചെയ്തേക്കുന്നത്. അകട് വീർത്ത് നിൽക്കുന്നത്, വയറിൻ്റെ ഇതെല്ലാം നിൽക്കുന്നത് ഒരു ഹാപ്പിനെസ് മൂഡ് ക്രിയേറ്റ് ചെയ്യാറായിരുന്നു. ഇത് ഡാൻസേഴ്സ് ആയിട്ടാണ് സാർ ഈ ഓരോ വർക്കുകളും ഇൻഡിവിജ്വലായിട്ട് ചെയ്തത്, ഓരോന്നായിട്ട് ചെയ്തതാണ്. കാരണം ഇതിനകത്തുള്ള ഡിസൈൻസ് നോക്കിയാൽ കുറച്ചാവും, ഒന്നിനകത്ത് ഒരു ഡിസൈൻസ് മാത്രമേ ഉള്ളൂ, വ്യത്യസ്തമായിട്ടാണ് എല്ലാത്തിനും ചെയ്തിരിക്കുന്നത്. ഞാനീ പറഞ്ഞ വാക്കുകൾ സാറിൻ്റെ ഈ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡ് ചെല്ലുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടാവും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ വീഡിയോ സശ്രദ്ധം വീക്ഷിക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഓക്കെ.